ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനും പഠനത്തിനുമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ 51 വരെ. മത്തായി 24-ന്റെ 45 മുതൽ അവസാന വാക്യം വരെ. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടും കൂടി തിന്ന് കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം മുതൽ 24-ഉം 25-ഉം ഒക്കെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള സൂചനകളും അതിൻ്റെ അടയാളങ്ങളും എങ്ങനെയെല്ലാം ഒരുങ്ങിയിരിക്കണമെന്നുമൊക്കെ ശിഷ്യന്മാരോട് നിർദ്ദേശം കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനത്തിനായി തിരഞ്ഞെടുത്തത്. വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനും ദുഷ്ടനായ ഭൃത്യനും. വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യപുത്രൻ്റെ മടങ്ങിവരവനായി കാത്തിരിക്കുന്ന കാലയളവിൽ കർത്താവിൻ്റെ ദാസനായി ജീവിക്കുന്നത് എങ്ങനെ എന്ന് യേശു വ്യക്തമാക്കുന്നു. ഒരേ സാഹചര്യത്തോട് വ്യത്യസ്തമായി പ്രതിസ്പന്ദിക്കുന്ന ഒരു സേവകനായിരിക്കാം ഇത്, അല്ലെങ്കിൽ വ്യത്യസ്തമായി പ്രതികരിക്കുന്ന രണ്ട് സേവകന്മാരുമായിരിക്കാം. യജമാനൻ വരാൻ വൈകുമ്പോഴും വിശ്വസ്തനായിരിക്കുന്ന ഭൃത്യനെ ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കുകയും പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നു. സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങുന്ന ഭൃത്യനെ ദുഷ്ടൻ എന്ന് മുദ്ര കുത്തിയിരിക്കുന്നു. യജമാനൻ താമസിച്ചേ വരൂ എന്നതാണ് അങ്ങനെയുള്ളവരുടെ ആത്മഗതം. യജമാനൻ്റെ വരവിനുള്ള കാലതാമസമാണ് പ്രശ്നം. എന്നാൽ കാലതാമസം എത്രയായിരിക്കുമെന്ന കണക്കുകൂട്ടലിൽ ദുഷ്ടനായ ഭൃത്യന് പിഴവ് പറ്റി. അതാണ് ഈ ഉപമയുടെ സാരാംശം. യജമാനൻ എപ്പോഴാണ് വരികയെന്ന് തനിക്കറിയാം എന്ന് കരുതിയതിനാലാണ് പിഴച്ചത്. ഭൃത്യൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്ന് മാത്രമല്ല, സഹഭൃത്യരോട് സ്നേഹരാഹിത്യത്തോടെ പെരുമാറുകയും ചെയ്തു. അതാണ് ദുഷ്ടതയുടെ അടയാളം. അപ്പോൾ ദൈവത്തിൻ്റെ ക്ഷമയെ അനുകരിക്കാത്ത ഭൃത്യനാണ്. യജമാനൻ അവനെ ശിക്ഷിച്ചു എന്ന് കാണുന്നു. ഇവിടെ ശിക്ഷിക്കുക എന്നതിനുള്ള ഒരു ഗ്രീക്ക് വാക്ക് ദൈക്കോട്ടോമയ എന്നാണ്. കഷ്ണങ്ങളായി വെട്ടി നുറുക്കുമെന്നാണ് ഇതിൻ്റെ ഒരു ആക്ഷരികമായ അർത്ഥം. അവിശ്വസ്തനായ ഭൃത്യന് കൊടുക്കുന്ന ഈ ശിക്ഷ പൗരസ്ത്യരുടെയും യവനരുടെയും ലോകത്ത് നിലനിന്നിരുന്ന ശിക്ഷണ രീതികളെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും കഠിനമായ ശിക്ഷയാണ് ദുഷ്ടനായ ഭൃത്യന് നൽകപ്പെടുന്നത്. കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹം അകപ്പെടുന്നു. ഈ കപടി നാട്യക്കാർക്ക് നേരെയാണ് യേശു ശാപങ്ങൾ ചൊരിഞ്ഞത്. യഹൂദ മത നേതാക്കൾക്ക് സംഭവിച്ച തെറ്റുകൾ ക്രൈസ്തവ വിശ്വാസത്തിലുള്ളവർക്കും സംഭവിക്കാമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. അതിന് ശ്രേണീകര വ്യത്യാസമൊന്നുമില്ല. ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് എല്ലാവരും ഒരുപോലെ ഇതിൻ്റെ അംശികളാണ്. സഭയിലെ വസ്തുക്കളുടെ കാര്യസ്ഥന്മാർ മാത്രമാണ് സഭയുടെ അധികാരികൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാവരും ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സഹ പ്രവർത്തകരാണ്. ഈ ലോകത്തിലെ വസ്തുക്കളുടെയും വ്യക്തികളുടെയും കാര്യസ്ഥന്മാർ മാത്രമാണ് മനുഷ്യർ. തങ്ങളുടെ സ്വന്തമല്ലാത്തതും എന്നാൽ ഏൽപ്പിക്കപ്പെട്ടതുമായ വസ്തുക്കൾ വിവേകത്തോടും വിശ്വസ്തയോടും കൂടി കൈകാര്യം ചെയ്യാൻ അവർ കടപ്പെട്ടവരാണ്. കാര്യസ്ഥന്മാരുടെ സ്വാർത്ഥതയും
പക്ഷപാതപരമായ പെരുമാറ്റവും അവിശ്വസ്തതയെ സൂചിപ്പിക്കുന്നു. ജാഗരൂകതയില്ലായ്മയെയും ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദൈവം നൽകിയ ചില ഉത്തരവാദിത്തങ്ങൾ, ചില ശേഷികൾ, ഇതിനെയൊക്കെ യജമാനനു വേണ്ടി ഉപയോഗിക്കുന്ന വിശ്വസ്ത ദാസരായി ഭൂമിയിൽ ജീവിക്കാൻ നമുക്കൊരു വിളിയുണ്ട്. അതിനോട് അലംഭാവം കാണിക്കാതിരിക്കുക. അപ്പോൾ ഒരുക്കമുള്ളവരായിരിക്കുക എന്നതാണ് കർത്താവിൻ്റെ വരവിൻ്റെ ആ സൂചന നൽകുന്ന യുഗാന്ത്യ പ്രഭാഷണങ്ങളിലെല്ലാം നിഴലിച്ചു നിൽക്കുന്നത്. നമുക്കൊരുക്കമുള്ളവരായിരിക്കാം. മടിയും അലസതയും വെടിയാം. ഊർജ്ജസ്വലതയോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ യജമാനനു വേണ്ടി നിർവഹിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. ആ ഒരു വലിയ അക്കൗണ്ടബിലിറ്റി നമ്മുടെ മേലുണ്ട്. ഇല്ലെങ്കിൽ അത് നമുക്കെതിരായി തിരിയുന്ന ന്യായവിധിയുടെ ആഴം വർദ്ധിപ്പിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കൃപകൾക്കായും സ്തോത്രം ചെയ്യുന്നു. അനേക ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ. താലന്തുകളെ ഏൽപ്പിച്ചിരിക്കുന്നു. ശുശ്രൂഷ കാര്യങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എല്ലാറ്റിനും സ്തോത്രം. അതിനെ കണ്ടെത്തി കൂടുതൽ വിനിയോഗിപ്പാൻ, വിശ്വസ്തരായി ജീവിപ്പാൻ, യജമാനൻ്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിത വ്യവഹാര ഇടങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിപ്പാനും വിശ്വസ്തരായി ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.